എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണ എന്റെ റംബൂട്ടാൻ മരത്തിന്റെ അടുത്താണ്. അപ്പൊ റംബൂട്ടാൻ മരം കണ്ട നിറച്ച് പൂവും കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. കായ ഉണ്ടായിക്കൊണ്ടിരിക്കണ്, നിറച്ച് പൂത്തിട്ടുണ്ട്. അപ്പൊ 2.5 വർഷമായിട്ടുള്ളൂ നമ്മ ഈ റംബൂട്ടാൻ മരം നട്ടിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പൂവിട്ട നേരത്ത് ബയോ പൊട്ടാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേരാണ് എന്നോട് ചോദിച്ചത് നനക്കാൻ പാടുണ്ടോന്ന് പൂത്ത ശേഷം. അപ്പൊ നമ്മ പൂവ് ഇടണേക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾ നമ്മ നനക്കരുത്. കാരണം എന്നാ മാത്രമേ പൂവിടുള്ളൂ. അല്ലെങ്കിൽ തളിരിലകൾ വന്നിട്ട് പൂവിടൂല. പൂവിടാൻ വളരെ ലേറ്റ് ആയി പോകും. അപ്പൊ ഇതിന് മഴയൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ കായൊക്കെ മുഴുവനും കൊഴിഞ്ഞൊക്കെ പോകും. അപ്പൊ നമുക്ക് പൂവിട്ട ശേഷം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മ ഓസൊക്കെ വെച്ച് നനച്ച് ഇങ്ങനെ ഇലമലും പൂക്കളിലൊക്കെ നമ്മ ചെടികൾക്കൊക്കെ നനക്കാറുണ്ട് എല്ലാവരും. പക്ഷെ അങ്ങനെ നനക്കാൻ പാടില്ല കേട്ടാ. നമ്മ തടത്തിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഈ പൂവുമ്മലൊന്നും വെള്ളം ചീച്ചിച്ചൊഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് മഴ പെയ്താലും. ഇപ്പൊ ഇന്നലേക്ക് ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ പൂവിട്ട നേരത്ത് മഴ പെയ്താലും കായകള് അങ്ങനെ പിടിക്കൂല. നനക്കണം. പൂവിട്ട ശേഷം നമ്മ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം മരങ്ങൾക്ക്. എന്നാ മാത്രമേ ആ പൂക്കളൊക്കെ കായ ഉണ്ടായി കിട്ടുള്ളൂ. പിന്നെ നമ്മ പൂക്കളിലൊന്നും യാതൊരുവിധ കീടനാശിനികളൊന്നും നമ്മ സ്പ്രേ ചെയ്യാനും പാടില്ല പൂത്ത ശേഷം. ഈ കായൊക്കെ ഒരുവിധം ആവണവർ നമ്മ ഒന്നും തന്നെ സ്പ്രേ ചെയ്യരുത്. കാരണം പരാഗണം നടക്കൂല, ഈച്ചകളൊന്നും വരൂല, ഈച്ചകളും വണ്ടുകളൊന്നും നമ്മുടെ പൂക്കളിൽ വരൂല. അപ്പൊ യാതൊരു വിധ കീടനാശിനികളും നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് വേണേലും തടത്തിൽ ഒഴിച്ചു കൊടുക്കണ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് കായ പിടിച്ച് കിട്ടുള്ളൂ. അപ്പൊ റംബൂട്ടാൻ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടില് വെച്ചുപിടിപ്പിക്കേണ്ട ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. പെട്ടെന്ന് തന്നെ കായ തന്നതാണ്. കാരണം നമ്മ പണ്ട് കാലത്ത് കുരു മുളപ്പിച്ച തൈയൊക്കെ റംബൂട്ടാന്റെ വെക്കും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് വർഷങ്ങൾ പിടിക്കും കായ്ക്കാൻ. പിന്നെ അത് വളർന്നു വരുമ്പോ അത് ആൺചെടി ആയിരിക്കും. ആൺചെടിയുമ്പോൾ കായൊന്നും ഉണ്ടാകൂല. അപ്പൊ ഇപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ബഡ് ചെയ്ത ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. നഴ്സറികളിൽ നിന്ന് നല്ല ഇനം തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ നമ്മ അത് വെച്ച് കഴിഞ്ഞാൽ 2-ാം വർഷം തന്നെ റംബൂട്ടാന് കായ്ച്ചു തുടങ്ങും. നമുക്ക് അധികം പൊങ്ങി പോവുകയും ഇല്ല. കണ്ട ഇതൊക്കെ നോക്കിയ താഴെയാണ് ചെറിയ ഒരു തൈയാണ്. കണ്ട ഇത് ഇതേപോലെ പടർന്ന് വന്നിരിച്ചിരുന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രൂട്ട്സിന്റെ തോട്ടത്തിന്റെ ഇടയിൽ നിൽക്കണ ഒരു ചെടിയാണിത്. നമ്മ റംബൂട്ടാൻ മാത്രം നട്ടൊരു തോട്ടമൊന്നും അല്ല ഇത്. ഇതെന്റെ ഒരുപാട് ഫ്രൂട്ട് മരങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ ഉള്ളില്. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഈ റംബൂട്ടാൻ മരം നിൽക്കണത്. എന്നിട്ട് പോലും കണ്ട താഴെയൊക്കെയാണ് ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കണത്. അപ്പൊ നമുക്ക് ഇതേപോലെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കായ പൊട്ടിച്ചെടുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. നമ്മ മരം വലുതാക്കി പോവുകയാണെങ്കിൽ നമുക്ക് കായ ഒന്നും കിട്ടൂല. നമ്മ വലയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ മരങ്ങൾ എപ്പോഴും നമ്മിപ്പോ ഈ കായൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് നമ്മിത് പ്രൂൺ ചെയ്ത് കൊടുത്തോളണം. പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൈകാര്യം ചെയ്യണ രൂപത്തിൽ നമ്മ വെട്ടി നിർത്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കായ പൊട്ടിച്ചെടുക്കാനൊക്കെ. അപ്പൊ മരങ്ങൾ എപ്പോഴും നമുക്ക് പ്രൂൺ ചെയ്യൽ അത്യാവശ്യം തന്നെയുണ്ട്. റംബൂട്ടാൻ പ്രത്യേകിച്ച് പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത വർഷം അത് നന്നായിട്ട് കായ്ച്ചു കിട്ടുള്ളൂ. അപ്പൊ ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ട് നമ്മ പൂവിട്ട് കഴിഞ്ഞിട്ട് നനക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ നമ്മ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്താൽ മാത്രമേ ആ പൂവില് കായകളൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ പൂ കരിഞ്ഞു പോകും, പൂവാടി പൂ മുഴുവനും പോകും. അപ്പൊ നന്നായിട്ട് നമ്മ ഇലമലും ഈ പൂക്കളിലും വെള്ളം വീഴാത്ത രൂപത്തിൽ നമ്മ തടത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് പേരെ പരാതിയാണ് റംബൂട്ടാൻ മരം കായ്ക്കണില്ലെന്ന്. റംബൂട്ടാൻ മരം കായ്ക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ കുരുമുളപ്പിച്ച തൈ ആണെങ്കിൽ അത് ഒരുപാട് വർഷം വേണ്ടിവരും കായ്ക്കാൻ. ചിലപ്പോൾ ആൺമരമൊക്കെ ആണെങ്കിൽ പൂവിടും, കായൊന്നും ഉണ്ടാകൂല. അപ്പൊ എപ്പോഴും നമ്മ കുരുമുളപ്പിച്ച തൈ നടാണ്ടിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം കുരുമുളപ്പിച്ച തൈക്ക് ഒരുപാട് സ്ഥലം വേണം, ഒരുപാട് ഉയരത്തിൽ അത് വളരുള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഇന്ന് ഗ്രാഫ്റ്റ് തൈകളൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. റംബൂട്ടാന്റെ ബഡ് തൈകളൊക്കെ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള തൈകളൊക്കെ മേടിച്ച് വെക്കലാണ് ഏറ്റവും നല്ലത്. നമുക്ക് 2-ാം വർഷം തുടങ്ങി കായ ഉണ്ടായി തുടങ്ങും. നമുക്ക് ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രമ്മിൽ വരെ വെക്കാൻ പറ്റിയതാണ് റംബൂട്ടാന്റെ മരം. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പ്രൂൺ ചെയ്ത് എല്ലാ വർഷവും പ്രൂൺ ചെയ്യേണ്ട മരമായിട്ട് റംബൂട്ടാൻ. നമുക്ക് കായ ഉണ്ടായി കഴിയുമ്പോ അപ്പൊ തന്നെ പ്രൂൺ ചെയ്തോളണം. എങ്കിൽ മാത്രം അടുത്ത വർഷം ഇരട്ടി വിളവൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇതേപോലെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നല്ല തൈകൾ മാത്രം നഴ്സറിയിൽ നിന്ന് നല്ല നഴ്സറികളിൽ നിന്ന് മാത്രം നല്ല തൈകള്
മാത്രം മേടിച്ച് വെക്കണം. വെക്കുമ്പോ നല്ല തൈകളായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മ എല്ലാ വർഷവും ഇപ്പൊ ഫ്രൂട്ട് മരങ്ങൾക്കൊക്കെ നമ്മ എല്ലുപൊടി ഇട്ട് കൊടുക്കണം. സെറാമിയിൽ ഇട്ട് കൊടുക്കുക. സെറാമിയിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുക. എല്ലുപൊടി എന്തായാലും നമ്മ നിർബന്ധമായിട്ടും ഈ ഫ്രൂട്ട് മരങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ അത് കായ്ക്കുള്ളൂ, നന്നായിട്ട് കായ്ക്കുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തതിനാല് നന്നായിട്ട് പൂവും കായൊക്കെ ഉണ്ടാകും. പിന്നെ റംബൂട്ടാൻ മരം നടുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നടാനിട്ടാ. നമ്മ കൊണ്ടുപോയി മരങ്ങളുടെ ഇടയിലൊക്കെ വെച്ച് കഴിഞ്ഞാല് കായൊന്നും ഉണ്ടാകൂല. അപ്പൊ നല്ല സൂര്യപ്രകാശം കിട്ടണ സ്ഥലം വേണം നമ്മ റംബൂട്ടാൻ മരം നടാൻ വേണ്ടി തെരഞ്ഞെടുക്കേണ്ടത്. ടെറസിലൊക്കെ വെച്ചാൽ നന്നായിട്ട് കായ്ക്കും, ഡ്രമ്മിലൊക്കെ വെച്ചാൽ നന്നായിട്ട് കായ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ വെയിലുള്ള സ്ഥലത്ത് വെക്കണം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ റംബൂട്ടാൻ നമുക്ക് നല്ല രീതിയിൽ കായ്ച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എന്തോരം റംബൂട്ടാൻ ഇപ്പൊ വന്നാലും കടകളിലൊക്കെ വന്നാലും അപ്പൊ തന്നെ ആളുകൾക്ക് ഇഷ്ടം. അത് കടകളിലെ റംബൂട്ടാൻ പോലെയല്ല, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന റംബൂട്ടാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച മിക്ക മൂക്കാണ്ടൊക്കെ പറിച്ചിട്ട് അത് കേടായി പോകും. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന റംബൂട്ടാന്ന് വെച്ചാല് ഭയങ്കര പഴുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ പൊട്ടിക്കണത്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും റംബൂട്ടാന് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നനച്ചൊക്കെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് ഉണ്ടാകുള്ളൂ. റംബൂട്ടാന്റെ തൈകളൊക്കെ നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. എല്ലാവരും റംബൂട്ടാന്റെ തൈകളൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.